ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതമുണ്ട്. ഏതാണ് ആ പർവ്വതം? ഇതൊക്കെ ജനറലി ബേസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ പർവ്വതം അല്ലേ? യെസ്. ആനമുടി. ആനമുടിയൊന്നും അല്ല, അത് കൊടുമുടിയല്ലേ? കൊടുമുടി. ആനമുടി. ആനമുടിയല്ല, അല്ല, ഇത് പർവ്വതം. എന്തായാലും VMTVയുടെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഈ സ്വാഗതം പറഞ്ഞിട്ട് എല്ലാ എപ്പിസോഡിലും എൻ്റെ മുഖത്ത് നോക്കുന്നത് എന്തിനാണ് എന്തോ. എന്തായാലും അല്ല, എൻ്റെ കൂടെ ഇരിക്കുന്നത് പാവക്കുട്ടിയാണോ അതോ ജീവനുള്ളതെന്ന് നോക്കുന്നതാണ്. അതെ, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റേ ആൾ സംസാരിക്കാൻ അങ്ങനെ സംസാരിച്ചുകൂടാ. അത് മാന്യതയുള്ളവർക്ക് പറഞ്ഞ കാര്യമല്ല. എന്തായാലും അദ്ദേഹം സംസാരിച്ച് തീർന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ കിങ് ഓഫ് ഡേയുടെ നമ്മുടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഞങ്ങൾ 10 കുസൃതി ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഈ 10 കുസൃതി ചോദ്യങ്ങൾക്ക് നിങ്ങൾ തെറ്റുകൂടാതെ കമൻ്റായി രേഖപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബാലരാമപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങളാണ്. എന്തിന് വെറുതെ സമയം കളയണം? കുറച്ചു നേരം VMTVയുമായി നിങ്ങൾ ചെലവഴിക്കൂ. മാത്രമല്ല, ആൻസർ കമന്റ് വഴി അറിയിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ നമ്പർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അതെ 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 അതെ. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമത്തോട്ട് ചെയ്താലോ? എന്താ? 10 കുസൃതി ചോദ്യവും 10 ജനറൽ ചോദ്യവും. അപ്പൊ 20 ക്വസ്റ്റ്യൻ ആവത്തില്ല? അല്ലല്ല, 5 സോറി 5 5 കുസൃതി ചോദ്യവും 5 ജനറൽ. കാരണം ഒരുപാട് നിരവധി പേര് കമന്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ജനറലും കൂടെ അതിന്റെ കൂടെ ചേർത്താൽ എന്ത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ആദ്യം ഏതാണ്? കുസൃതി ചോദ്യത്തിലല്ലേ? മിക്സഡ് ആയിട്ട് ചോദിക്കാം. എന്ന് വെച്ചാൽ ആദ്യം ഒരു ജനറൽ ചോദ്യം ചോദിക്കുന്നു, പിന്നെ ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്നു. അതാകുമ്പോഴത്തേക്ക് ഇപ്പൊ കുട്ടികൾ കണ്ടാലും അവർക്ക് നല്ലൊരു അറിവ് കിട്ടും. കുറച്ച് കുസൃതി ചോദ്യം അവർക്കൊരു എന്റർടൈൻമെന്റും ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് അതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം എന്തായാലും ഇന്നത്തെ കിങ് ഓഫ് ഡേ, ഇന്നത്തെ രാജാവാരി എന്ന് സെലക്ട് ചെയ്യുന്ന അതിമനോഹരമായ എപ്പിസോഡാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായും കാണണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതമുണ്ട്. ഏതാണ് ആ പർവ്വതം? ഇതൊക്കെ ജനറലി ബേസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ പർവ്വതം അല്ലേ? യെസ്. ആനമുടി. ആനമുടിയൊന്നും അല്ല, അത് കൊടുമുടിയല്ലേ? കൊടുമുടി. ആനമുടിയല്ല, അല്ല, ഇത് പർവ്വതം. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. കാരണം കുട്ടികളൊക്കെ പഠിക്കുന്നതല്ലേ അത്. ഓക്കെ. എന്തായാലും ആ ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടിപൊളി തുണിത്തരങ്ങൾ സമ്മാനമായി നേടൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിക്കാൻ വേണ്ടിയാണ് എന്നെ വാങ്ങാറ്, പക്ഷെ ആരും എന്നെ കഴിക്കാറില്ല. ആരാണ് ഞാൻ? കഴിക്കാൻ വേണ്ടിയാണ് എന്നെ വാങ്ങുന്നത്, പക്ഷെ ആരും എന്നെ കഴിക്കാറില്ല. പക്ഷെ പല കളറിലൊക്കെ കിട്ടൂലേ? പല കളറില് പൂക്കളുള്ളത് കിട്ടും. എന്തായാലും മാന്യ പ്രേക്ഷകരെ, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. മനസ്സിലായി കാണുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ആക്കറിഞ്ഞൂടത്. നല്ല അടിപൊളി സ്ഥലം. നമ്മുടെ തിരുവനന്തപുരം. എന്റെ പുന്നപ്പി, പ്രേക്ഷകരെ ഇത് കണ്ടിത് അല്ലെങ്കിൽ കൊല്ലമായിരിക്കും. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കോ. എന്തായാലും മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇടയ്ക്കൊരു ഇതൊക്കെ ഉണ്ടായതല്ലേ? എന്താ? ഇടയ്ക്ക് ഇവിടെ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമല്ലേ? ആ ജില്ലയല്ലേ കേരളത്തിലെ ഏറ്റവും വലുത്? അതെ. എന്ത് പ്രശ്നമാണ് ഉണ്ടായേ? ഇടയ്ക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, വെള്ളം ഇതായിട്ടൊരു ഭൂകമ്പമൊക്കെ ഉണ്ടായ സ്ഥലമാണോ? അല്ല. ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് അറിഞ്ഞൂടെ, മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുക്കളയിൽ കാണുന്ന കുറച്ച് രോഗങ്ങളുടെ പേരുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേര് കമന്റ് ചെയ്യണം. ആക്കറിഞ്ഞൂടെ? അറിയാം. എല്ലാവർക്കും ഉള്ളതാണ്. എന്തായാലും പറയണ്ട. എന്തായാലും എനിക്ക് ഉത്തരം മനസ്സിലായി. മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായാലല്ലേ ഈ ഒരു ഷോയിൽ കാര്യമുള്ളൂ. അതുകൊണ്ട് ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യും. അതെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഞാൻ ചോദിക്കുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കുള്ളവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ചിലർ കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കൂ, അങ്ങ് അറ്റമുള്ള. പക്ഷേ ബേസ് ആയിട്ടുള്ള ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയാത്തതായിരിക്കും. നമ്മുടെ ഈ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് അതിൻ്റെ പ്രകാശം പതിക്കാൻ എത്ര സമയം വേണം?
അല്ലെങ്കിൽ സമയം വേണ്ട, എത്ര മിനിറ്റ് വേണം, എത്ര മിനിറ്റ് കൊണ്ടാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നത്? ഇത് ജനറൽ ആണോ അതോ ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതെ, എന്തായാലും 5 മിനിറ്റ് കൂടുതലുണ്ട്. എന്തായാലും ആ ആൻസർ കണ്ടുപിടിച്ച് കമന്റിൽ അറിയിക്കുക. ഓക്കെ. ഈ വെളിച്ചത്തിന് സഞ്ചരിക്കാൻ സമയം വേണ്ടല്ലോ, ഇതിന് മിനിറ്റ് വേണം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ആ ഓരോ പ്രകാശ രശ്മിയും പതിക്കാൻ വേണ്ടി ഇത്ര മിനിറ്റ് വേണ്ടി വരും എന്നാണ്. എന്തായാലും മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു കുസൃതി ചോദ്യമാണ്. ഈ കുത്തും കോമയൊക്കെ വരുമ്പോൾ നമ്മുടെ IT യുഗത്തിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? കുത്തും കോമയും. കുത്തിനെയും കോമനെയും അങ്ങ് ഇംഗ്ലീഷിലോട്ട് ആക്കിയിട്ട് അങ്ങ് വായിച്ചാൽ മതി, മനസ്സിലാവും. നമ്മുടെ മെയിൽ ഐഡിയിലൊക്കെ ഈ ഒരു സംഭവമുണ്ട് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മനസ്സിലായി കാണും. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യും. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം മിക്കുള്ളവർക്കും അറിയാത്തതായിരിക്കും. നമ്മൾ പുറമേ കാണുന്ന ഒരു സംഭവമാണ്. അത് പലർക്കും പല കളറിലായിരിക്കും. ചിലർക്ക് വൈറ്റ് കളറായിരിക്കും, ചിലർക്ക് കറുപ്പ് കളറല്ലായിരിക്കും. പുറമേ കാണുന്ന ഒരു സംഭവം. കൈയൊന്നുമല്ല, ഏറ്റവും വലിയ അവയവം അല്ല. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി പറഞ്ഞാൽ ഉത്തരമായി പോകും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ 9. ഓക്കെ, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10 എങ്കിൽ ഞങ്ങൾ ആര്? ഇത് ഇങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ നമ്മൾ ഒരുമിച്ച് നിന്നാൽ 9. ഇതൊരു റോമൻ ലെറ്റർ ആണ്. അതിൻ്റെ ഇടയിൽ എന്നെ റോമൻ ലെറ്റർ ആണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ റോമൻ ലെറ്ററിൽ എഴുതുന്ന രീതിയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ 9. അപ്പോൾ 9 എങ്ങനെയാണെന്നൊന്ന് റോമൻ ലെറ്റർ എഴുതി നോക്കുക. അതിൽ നിന്ന് 1 മാറ്റിയാൽ 10. ആലോചിച്ച് നോക്കുക. ഓക്കെ. എന്തായാലും അത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മാന്യ പ്രേക്ഷകർ തെറ്റുകൂടാതെ ഉത്തരം കമന്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഈ ഗുരുത്വാകർഷണം കണ്ടെത്തിയത് ആരാണ്? അറിഞ്ഞൂടത്. എനിക്ക് പറഞ്ഞു ആരാണ്? ഐസക് ന്യൂട്ടൻ. അതിന്റെ ആൻസർ പറഞ്ഞു. ഇനി എന്തിനു എന്തായാലും കിടക്കട്ടെ. എന്തായാലും ഒരു അപ്പൊ ബുദ്ധിയാക്കൊണ്ടെന്ന് ഇപ്പൊ മനസ്സിലായ? ഇത് പഴയ എന്തായാലും ഉത്തരം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഉത്തരം ഞാൻ നിങ്ങളെ സഹായിച്ചതാണ്. ഓക്കെ. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോറിന് കൂട്ടാൻ പറ്റാത്ത കറി ഏതാണ്? ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത കറി ഏതാണ്? ഈ ഒരുപാട് പപ്സ് ഒക്കെ വെക്കുന്ന ഒരു സ്ഥാപനമല്ലേ? പപ്സ്, സീന, കേക്ക്, പിന്നെ ജ്യൂസ് ഒക്കെ കിട്ടും. അതെ. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. വാൽനാപുരം കൈത്തറി അടിപൊളി തുണിത്തരങ്ങൾ സമ്മാനമായി നേടൂ. ഇത്ര ബഹളം എന്തിന് ഈ ഒരു സമ്മാനത്തിന്റെ കാര്യം പറയാം? അല്ലെങ്കിൽ പിന്നെ എത്ര നേരം വേണം? ഇത് പതുക്കെ ഇരിക്കും. എന്തായാലും കൊള്ളാം. ഞാൻ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 5 GK ക്വസ്റ്റ്യനും 5 കുസൃതി ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് വഴി ഞങ്ങൾ അറിയിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. അബദ്ധം വെച്ചാൽ പറഞ്ഞു പോയതാണെങ്കിലും അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. കൂടാതെ ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ദി കിങ് ഓഫ് ദ ഡേ എന്ന പ്രോഗ്രാം മാന്യ പ്രേക്ഷകരായ നിങ്ങൾ നെഞ്ചിലേറ്റിയിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അല്പനേരം BMTV നിങ്ങളെ ചിന്തിക്കുവാനും ചിരിക്കുവാനും ഒരവസരമൊരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമുമായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മാന്യ പ്രേക്ഷകരായ എല്ലാവരും കുറച്ച് നേരം ഞങ്ങളുടെ ഈ ഒരു BMTV ന്യൂസുമായി ചേരണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടായി പറയുവാനുള്ളത്. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എളിയ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.